Dios. ഹലോ എവ്രിവൺ. അപ്പോ എംപവർ 360 ഡിഗ്രിയുടെ സ്പാർക്ക് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ്. ഈ റെസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താ കൂടുതൽ പറയാനുണ്ടാവാൻ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെസ്പെക്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞത്. അപ്പോ ഏവർക്കും ഈ ഒരു മനോഹരമായിട്ടുള്ള സെഷനിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഫാത്തിമ വിയു ആണ്. അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തതോടൊപ്പം ഞാൻ മൈക്ക് നേരെ ഫാത്തിമയിലേക്ക് കൈമാറാണ്. താങ്ക് യു ഹന്ന. ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പുതിയ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരേ ഒരു വാചകം ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഓടി വരുന്നതാണ് റെസ്പെക്ട് ഫോർ ഓൾ. ഈ രണ്ട് വാചകങ്ങൾക്കപ്പുറം ബഹുമാനം എന്ന വാചകത്തെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വാചകത്തിന് എന്തെല്ലാം അർത്ഥതലങ്ങളാണ് ഉള്ളതെന്ന് നമുക്കിന്നും പരിചയപ്പെട്ടാലോ? അതിനു മുമ്പേ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. ഭയങ്കര മനോഹരമായ ഒരു പൂന്തോട്ടം. പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പൂക്കള്. അതിന്റെ ഇടയിൽ ഇങ്ങനെ കിളികൾ ഇങ്ങനെ പതിയെ പാടുന്നുണ്ട്. കുയിലിന്റെ പാട്ട് എന്ത് രസാണ് കേൾക്കാന്നറിയാമോ? ഈ പൂന്തോട്ടത്തിലൂടെ ശാന്തമായ ഒരു അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് രസാണല്ലേ ഇമാജിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണ്ടാവും എന്താണ് ഈ പറയണത്, റെസ്പെക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയണതെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു സദസ്സില് അത് ഓപ്പൺ ആയിട്ട് പറയില്ല. കാരണം എന്താണെന്നറിയോ? ആ സദസ്സിൽ ക്ലാസ് എടുക്കുന്ന ഞാനെന്ന വ്യക്തിയല്ല കേട്ടോ, ആ ക്ലാസ് എടുക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ആ ഒരു ക്ലാസ് എടുക്കുന്ന നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ഗുരുനാഥ, ആ ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാത്തത്, ആ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാത്തത്. അപ്പോ നമ്മൾ ഈ നൽകുന്ന ഈ ഒരു ബഹുമാനം നമുക്ക് നമ്മൾ സ്വയം നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിലൂടെയാണ് ഞാൻ ഈ ഒരു സെഷൻ ആരംഭിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ബഹുമാനിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ സ്വയം ബഹുമാനിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ആ ബഹുമാനം പകർന്നു നൽകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാമോ? ഹന്നയ്ക്ക് സ്വയം ബഹുമാനം തോന്നാറുണ്ടോ? യെസ്, ഉറപ്പായിട്ടും. വെരി ഗുഡ്. എന്തായാലും നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടതും നമ്മൾ ആദ്യം ബഹുമാനിക്കേണ്ടതും നമ്മളെ തന്നെയാണ് എന്നൊരു ചിന്ത പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ആ ഒരു ബഹുമാനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. ഇപ്പോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, പ്രായത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. പ്രായത്തെ ആണോ നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ടത്? ഒരു വ്യക്തിയുടെ പ്രായത്തേക്കാൾ ഉപരി നമ്മൾ ബഹുമാനിക്കുന്നത് ആ വ്യക്തിയുടെ അനുഭവ സമ്പന്നതയാണ്. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഒരു വ്യക്തി ഒരു കൊലപാതകയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെക്കാൾ വലിയ പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കരുതി നമ്മൾ ആ വ്യക്തിയെ ബഹുമാനിക്കുവോ? ബഹുമാനിക്കുവോ? ഒരിക്കലും ഇല്ല. നമുക്ക് ഒരിക്കലും ആ വ്യക്തിയുടെ ബഹുമാനം ഒരിക്കലും തോന്നില്ല. ഒരു കൊലപാതകയെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് സാധ്യമല്ല. എന്റെ ഉമ്മീനേക്കാളും പ്രായം കുറഞ്ഞ ഒരു ഡോക്ടർ കൺമുന്നിൽ വന്ന് നിന്നാല് എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. എന്നെ ചികിത്സിക്കുന്ന കണ്ണിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ ഉമ്മ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അതാണ് ശരിക്കും ബഹുമാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവ സമ്പന്നത, അറിവ്, പ്രാവീണ്യം ഇവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വ്യക്തിയെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്. നമുക്കറിയാം നമ്മുടെ വേഷം എന്ന് പറയുന്നത്, വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്ന് കരുതി ഒരിക്കലും വേഷം കൊണ്ട് മാത്രം ഒരാളെയും അളക്കാൻ പാടില്ല.
നമുക്ക് വേഷം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും നമ്മുടെ പ്രവൃത്തികൾക്കാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഒരാളുടെ ജീവിതത്തിൽ അയാൾ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മനുഷ്യത്വമുള്ള വ്യക്തിക്ക് നമ്മൾ ചിലപ്പോ ആ വ്യക്തി ധരിച്ചിട്ടുണ്ടാവും ഒരു മുണ്ടും ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ബഹുമാനത്തോടു കൂടി അല്ലാതെ നോക്കി കാണാൻ പാടില്ല. ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയാ വേഷം ആ വ്യക്തിയുടെ ബഹുമാനത്തിന്റെ അടയാളമായിട്ട് കണക്കാക്കരുത്. ഇപ്പോ എന്താണ് വളരെ നല്ല പാൻസും ഷർട്ടൊക്കെ ധരിച്ച ഒരാള് ഒരു കുറ്റവാളിയാണെങ്കിൽ, ഒരു ടെററിസ്റ്റോ മറ്റോ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി നോക്കി കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു നിരത്തിലൂടെ, ഒരു പൊതുനിരത്തിലൂടെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പ്രായമായ സ്ത്രീ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആ സമയത്ത് ആരും തന്നെ ആ സ്ത്രീയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ആ സ്ത്രീയെ മൈൻഡ് ചെയ്യാതെ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കീറിപ്പറിഞ്ഞ വേഷമായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ സ്ത്രീയെ ഓടി വന്നപ്പോ എല്ലാവരും പേടിച്ചു പോയി. എന്താ ഇയാള് ചെയ്യാൻ പോണത്? ഭ്രാന്തനാണല്ലോ, എന്താ ചെയ്യാൻ പോണെ? എപ്പോഴാ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ ഓടി വന്ന സമയത്ത് എല്ലാവരും പേടിച്ചു പോയി. പക്ഷെ അയാൾ എന്താണ് ചെയ്തത്? ആ മുത്തശ്ശിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ മുത്തശ്ശിയെ റോഡിനപ്പുറത്തേക്ക് മുറിച്ച് കടത്തി വിടുകയാണ്. അത് കണ്ടപ്പോ എല്ലാവരുടെയും മനസ്സൊന്ന് ഇളകി. കാരണം ഒരു പ്രശ്നമില്ലാന്ന് സമൂഹത്തില് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യാത്ത കാര്യമാണ് ഈ ഭ്രാന്തനായ മനുഷ്യൻ എന്ത് ചെയ്തത്. ഇത്തരത്തില് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ളത് ആർക്കാണ്? ഈ ഭ്രാന്തനാണോ അതോ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിലെ ആളുകൾക്കാണോ? ആ ഭ്രാന്തന്. ഉറപ്പായിട്ട് അവരുടെ അടുത്ത് ഭ്രാന്തൻ. നമുക്ക് ബഹുമാനവും തോന്നും. അതെ, ഒരു ഭ്രാന്തനാണെന്ന് സമൂഹം മുദ്ര കുത്തുമ്പോഴും അദ്ദേഹത്തോട് നമുക്ക് ഒരു എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം തോന്നിപ്പോകുന്നുള്ളതാണ്. ഈ പ്രായത്തെ അല്ല ബഹുമാനിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു കഥ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതായത് ഒരു TTR ഇങ്ങനെ വാഹനത്തിൽ AC കമ്പാർട്ട്മെന്റിൽ, ഫസ്റ്റ് ക്ലാസ് AC കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരു പ്രായമായ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാളെ കാണാണ്, ഒരു പ്രായമായ മനുഷ്യനെ കാണാണ്. അപ്പൊ TTR തെറ്റിദ്ധരിക്കുകയാണ്, ഇയാള് ടിക്കറ്റ് എടുക്കാണ്ടാണ് കയറിയത്, മര്യാദയ്ക്ക് ഇനി വരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്തോ അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാനുള്ള പൈസ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ TTR ഇങ്ങനെ ചിന്തിക്കുക, ഇതിപ്പൊ ഞാൻ ശരിയാക്കി തരാം, ഇത് ഞാനുണ്ടല്ലോ ഇന്ന് റെയിൽവേക്ക് ഞാൻ കുറച്ച് ഫൈൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ അയാള് ടിക്കറ്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. മോനെ, ഞാനേ പെട്ടെന്ന് ബാഗിൽ നോക്കിയപ്പോ ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്, ഇതാണ് ടിക്കറ്റ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ടിക്കറ്റ് കിട്ടാൻ വൈകിയതാന്ന് പറഞ്ഞപ്പോ അയാളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇയാൾ ഇങ്ങനെ കാണാണ്. അതായത് അയാൾ ആർമിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനോടായിരുന്നു അയാൾ ഇത്രയും നേരം, ആ TTR ഇത്രയും നേരം സംസാരിച്ചിരുന്നത്. അത് നമുക്ക് ഒരിക്കലും വേഷം വെച്ചിട്ട് ആരെയും അളക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഒരു വേഷം കൊണ്ട്, അതായത് വേഷം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വേഷത്തെക്കാൾ ഉപരി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും അനുഭവ സമ്പന്നതയ്ക്കും അറിവിനുമൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുപോലെ തന്നെ ഈ പുതുതലമുറയിലെ കുട്ടികൾക്ക് ഈ ബഹുമാനം എന്നത് വളരെ കുറവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഇപ്പോ ഒരു അധ്യാപകരുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതിപ്പോ കാഴ്ച പരിമിതരായ അധ്യാപകരാകട്ടെ അല്ലാത്തവരാകട്ടെ, വിദ്യാർത്ഥികൾക്ക് ആരാണെന്ന ബോധമില്ലാതെ അവരെന്ത് ചെയ്യാണ്, ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. ഈ സോഷ്യൽ മീഡിയ അതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഒളിച്ചോട്ടൊക്കെ ഒരു ട്രെൻഡ് ആയിട്ടില്ലേ, മറ്റേ എല്ലോളം തരി പൊന്നെന്തിന, ആ പാട്ടൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ശരിക്കും എന്താണ് പറ്റിപ്പോകുന്നത് നമ്മുടെ പ്രായത്തിലുള്ള ഓരോ കുട്ടികൾക്കെന്ന് പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഈ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക്, അതുപോലെ സ്വന്തം മാതാപിതാക്കൾക്ക് ഒന്നും ഇമ്പോർട്ടൻസ് നൽകാത്തത്, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും വലിയൊരു അത്ഭുതത്തോടു കൂടി തന്നെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ജീവിതം, നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പലതും നേടിയെടുക്കേണ്ടതുണ്ട്.
പല ജീവിത മൂല്യങ്ങളും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ഈ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വഴക്കിടാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, അല്ലെ? മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ പലരും അത് ഓർക്കുന്നില്ല എന്നുള്ളതാ. ചിലപ്പോ ഇത്രേ പറയുന്നുണ്ടാവുള്ളൂ, ഒന്ന് പോയേമ്മ, എനിക്കിപ്പോ പറ്റൂല, അത്രേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് ആ കുട്ടി പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാണ്. ഇത് അനുഭവത്തിൽ നിന്ന് പറയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ആ കുട്ടീനെ, മോനെ വാ ഒരിത്തിരി ചോറ് കഴിക്ക്, ഒന്ന് പോയേമ്മ, എനിക്കൊന്നും വേണ്ട, മോനെ വാ കുളിക്ക, അപ്പോഴും പറയും തന്നെ, ഒന്ന് പോയേമ്മ, എനിക്കൊന്നും പറ്റില്ല. ഒരു ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് അവൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ മാത്രല്ല, ഈ മോശമായിട്ടുള്ള വാക്കുകൾ ഇപ്പൊ ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരാൾ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോ, ആ കുട്ടി ഇപ്പോ സ്കൂൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോ തന്റെ സുഹൃത്തുക്കൾ, സഹപാഠികളുടെ മുന്നിൽ വെച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളും എന്ത് ചെയ്യാണ്, ഇതേ വാക്കുകൾ പഠിച്ചെടുക്കുകയാണ്. പിന്നീട് അവരും അവരുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ സ്പ്രെഡ് ആകുന്നതിനും ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും തർക്കുത്തരം പറയാനും നിഷേധിക്കാനും ഒന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വാചകം ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്, ഒരു കാര്യം നമുക്ക് പെട്ടെന്നൊന്നും ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഉള്ളിലേക്ക് ഒരു കാര്യം വരും. പക്ഷെ അത് അങ്ങനെയല്ല പറ്റില്ല, മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കുട്ടികളിൽ അത്തരം കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ അധികം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, അതുപോലെയുള്ള വാചകങ്ങൾ ഒന്നും തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നമ്മൾ സാധാരണക്കാരെയും നമ്മൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക, അവരെയും ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നമ്മളെ പോലെ തന്നെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും രക്തത്തിന്റെ നിറം ചുവപ്പ് തന്നെയാണ്. എല്ലാവരും ഒരുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവർ തന്നെയാണ്. ആ ഒരു ബോധം നമ്മളിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇപ്പോ നമ്മുടെ വീട്ടില് ക്ഷീണിച്ച് നടന്ന് തളർന്ന് ഒരു സാധനങ്ങളായിട്ട് ഒരാള് വരുമ്പോ നമ്മൾ പെട്ടെന്ന് ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, അതൊരു കുട്ടി കാണുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രം എപ്രകാരമാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ബഹുമാനിക്കുക എന്നുള്ള ആ ഒരു ജീവിത മൂല്യം ആ കുട്ടികളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇവരെ ഒന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല, ഇവരൊന്നും വലിയ മൈൻഡ് ഒന്നും വെക്കണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട്, അത് കുട്ടികൾ ചിന്തിക്കാനായിട്ട് അത് കാരണമാകും. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ നിന്നല്ല, നമ്മൾ ഓരോരുത്തരിലും വളർന്നു വരുന്ന ഒന്നാണ് ധാർഷ്ട്യം എന്നത്, അല്ലെ? ഞാനാണ് എല്ലാം, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഭൂമിയിൽ മറ്റാരും, അല്ലെങ്കിൽ എന്നെ പോലെ ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ല എന്നുള്ളതൊക്കെ. ഈ പറഞ്ഞതില് ഒരു കാര്യം ശരിയാണ്, നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി നമ്മളാണ് ഈ ലോകത്തെ എല്ലാം, അല്ലെങ്കിൽ നമ്മളാണ് ഈ ലോകം, നമ്മളില്ലെങ്കിൽ ലോകമില്ല, അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ വീടില്ല എന്നൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ വേർപാടില് നമ്മുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ടാവും, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് നമ്മളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്ന് കരുതി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളും മറവിയുടെ ആഴങ്ങളിലേക്ക് മാഞ്ഞു പോകും. ലോകം വീണ്ടും പഴയതുപോലെ, അല്ലെങ്കിൽ അവരും വീണ്ടും പഴയതുപോലെ ആവുക തന്നെ ചെയ്യും. ഒരിക്കലും നമ്മളാണ് എല്ലാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ പേര്, നമുക്ക് എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള പേരുകളുണ്ട് അല്ലെ? എന്തൊക്കെ നല്ല പേരുകളാണ്! ഷപ്ന, ഫാത്തിമ, ഹന്ന, എന്തൊക്കെ നല്ല നല്ല പേരുകളാണ് അല്ലെ? ആ പേര് ഒരു പക്ഷെ ഇപ്പൊ ഫാത്തിമ, ഹന്ന എന്നുള്ള ഒരു പേരുള്ള വേറൊരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ഹന്നയ്ക്ക് പറയാൻ പറ്റും, ഇത് എന്റെ പേരാ, ഈ പേര് നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മുടെ പേര് എന്ന് പറയുന്നത് പേര് പോലും എന്തല്ല, നമ്മുടെ സ്വന്തമല്ല എന്നാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പേര് മറ്റൊരാൾക്ക് ഇടരുത് എന്ന് നമുക്ക് നിർബന്ധം പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ ഭൂമിയിൽ അവകാശപ്പെട്ടതായിട്ട്, നമ്മൾ ശ്വസിക്കുന്ന ഈ വായു പോലും, ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ ഈ ശബ്ദം പോലും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന ബോധ്യം, എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്
പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടവരാണ്. ശത്രുത എന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അല്ലേ അത്. കാരണം ഒരു കുടുംബത്തിൽ തന്നെ, ഒരു കൂട്ടായ്മയിൽ തന്നെ പരസ്പരം മത്സര ബുദ്ധിയോട് കൂടിയും ശത്രുതയോട് കൂടിയൊക്കെ പെരുമാറുന്ന ആളുകളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു കാലഘട്ടത്തില് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു ശത്രു ഒരിക്കലും ഉണ്ടാവരുതെന്നൊന്നും നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ സ്നേഹത്തോടെ, സഹാനുഭൂതിയോടെ, സഹതയല്ല സഹാനുഭാവത്തോടെ, സഹാനുഭൂതിയോടെ എല്ലാവരെയും നോക്കി കാണാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊരാളുടെ വികാരത്തോട് അല്ലെങ്കിൽ അവര് കടന്നു പോകുന്ന ആ ഒരു സന്ദർഭത്തോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാനുഷിക മൂല്യങ്ങൾ, മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ മലയാളികൾ പൊള്ളിയാണെന്ന് തെളിയിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും നമുക്കറിയാലേ. 34 കോടി രൂപയോളം ശേഖരിച്ച് ഒരു മലയാളിയെ നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വയനാട് ദുരന്തത്തിൽ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും പല രീതിയിലും ആളുകൾ സഹായങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു സാമ്പത്തികമായിട്ടാകട്ടെ, മറ്റ് സാധന സാമഗ്രികളായിട്ടാകട്ടെ, അല്ലെങ്കിൽ ആൾ സഹായമായിട്ടാകട്ടെ, എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ നമ്മളിൽ പലരും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിപരീതമായി ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സഹായം ചെയ്യാനായിട്ട് ചിന്തിക്കുമ്പോൾ, വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാ. ഒരുപക്ഷെ നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഈ കേരളത്തിലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എങ്കിൽ പോലും സാധാരണക്കാരുടെ മനസ്സറിയാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരാണ്. നമുക്ക് മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും അവരെ ചേർത്ത് നിർത്താനും സാധിക്കുള്ളൂ. അങ്ങനെ ചേർത്ത് നിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാണ്ടാവേണ്ട ഒന്ന് തന്നെയാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിഹസിക്കാനുള്ള ഈ ഒരു ത്വര എന്ന് പറയുന്നത്. അവയെല്ലാം ഇല്ലാതാകുന്നതിലൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിക്കാൻ, ഒരാള് ചെയ്യുന്ന നല്ല പരിഹസിക്കാൻ, അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ എത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. കാരണം ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ പരിഹസിക്കുന്നു എന്നതാണ് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത്. പിന്നീട് അവർക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നില്ല, ഒരു മടുപ്പ് അനുഭവപ്പെടും. അത്തരത്തില് മടുപ്പ് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾക്ക് ഒരുപക്ഷെ ഒരു നന്മയും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ മനസ്സുണ്ടായെന്ന് വരില്ല എന്ന് കരുതി നന്മ ചെയ്യുന്നവരെ എതിർക്കാനുള്ള മനസ്സ് കാണിക്കരുത്. സ്വയം നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവരെ എതിർക്കാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കുഞ്ഞു കഥ പറയാം. ഇത് ഈ റെസ്പെക്ട് എന്നുള്ള ടോപ്പിക്കായിട്ടൊന്നും ബന്ധമുള്ള ഒരു കഥയല്ല കേട്ടോ. നിങ്ങളോട് ഒരു കഥ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. അതായത് ഒരിടത്ത് ഒരു അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു 200 രൂപ നോട്ട് എടുത്തിട്ട് കയ്യിലിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ആ നോട്ട് എടുത്ത് നിവർത്തിയിട്ട് ചോദിച്ചു, ഇത് ആർക്കൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ നോട്ട് നിലത്തിട്ടിട്ട് ചവിട്ടി അരച്ചു. എന്നിട്ട് ആ നോട്ട് എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇനി ഇനി ഈ നോട്ട് ആർക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോഴും അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ജീവിത മൂല്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ നോട്ടിനേക്കാൾ കൂടുതൽ, ഈ നോട്ട് എന്ന് പറയുന്നത് ഞാൻ വെറും ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചതാണ്. എത്രയൊക്കെ ചവിട്ടി അരച്ചാലും എത്രയൊക്കെ ചുരുട്ടി കൂട്ടിയാലും ഈ നോട്ട് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി പവറുള്ള ഒരു തലച്ചോറാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. ഇതിനേക്കാൾ എത്രയോ പവറുള്ള ഹൃദയമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലെ. എത്ര കോടി രൂപ തരാമെന്ന് നമ്മുടെ കണ്ണുകൾ,
നമ്മുടെ കാതുകൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ് ഒന്നും തന്നെ ആർക്കും നൽകാൻ നമ്മൾ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തില് ഓരോ അവയവങ്ങളുടെയും മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ അവയവങ്ങൾ കൊണ്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സന്തോഷിക്കാനായിട്ട് സാധിക്കും. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഒരിക്കല് ശ്രീനാരായണ ഗുരുവിനോട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, "ഗുരു, എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ? കാരണം ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല" എന്ന് പറഞ്ഞു. അപ്പോ ശ്രീനാരായണ ഗുരു പറഞ്ഞു, "നീ വിഷമിക്കേണ്ട. എല്ലാ ദിവസവും ഒരു 10 രൂപ വെച്ച് നിനക്ക് നിന്റെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റുമോ?" ചോദിച്ചു. "പിന്നെന്താ, 10 രൂപയല്ലേ, 10 രൂപ എന്തായാലും മാറ്റി വെക്കാൻ പറ്റുമെന്ന്" പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഒരു ദിവസം 10 രൂപ വെച്ച് മാറ്റി വെച്ചു. ഒരു മാസമായപ്പോ അത് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ശ്രീനാരായണ ഗുരുവിനെ കാണാനായിട്ട് ആ സ്ത്രീ ചെന്നു. എന്നിട്ട് പറഞ്ഞു, "ഗുരു, ഒരു മാസം കൊണ്ട് ഞാൻ ശേഖരിച്ച തുകയാണിത്. ഈ പൈസ കൊണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇത്രയും ചെറിയൊരു തുക കൊണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക" എന്ന് ചോദിച്ചു. അപ്പോ ഗുരു ചോദിച്ചു, "30 ദിവസമാണ് നീ ഈ ഒരു 10 രൂപ വെച്ച് കൂട്ടി വെച്ചത്. അതെങ്ങനെയാണ് ചെറിയ തുകയാകുന്നത്? 300 രൂപ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ തുകയല്ല" എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ധാരാളം യാചകർക്ക് ആ തുക കൊണ്ട് അദ്ദേഹം ഭക്ഷണം വാങ്ങി നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ആ യാചകർ ഇങ്ങനെ പറയാണ്, "ഗുരു, അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയല്ലോ. എത്ര നാളായി ഞങ്ങൾ എന്തെങ്കിലും മനസ്സറിഞ്ഞ് കഴിച്ചിട്ടെന്നറിയോ? അങ്ങേക്ക് പുണ്യം കിട്ടും" എന്ന് പറഞ്ഞപ്പോ ആ ഗുരു പറഞ്ഞു, "നിങ്ങള് എന്നോടല്ല നന്ദി പറയേണ്ടത്. നിങ്ങൾക്കായി ഈ പൈസ സ്വരുക്കൂട്ടി സൂക്ഷിച്ചു വെച്ച ഈ സ്ത്രീക്കാണെന്ന്" പറഞ്ഞ ആ സ്ത്രീയെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ ആ സ്ത്രീ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അത് നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു പ്രകാശം ശരിക്കും ഒരു താരകങ്ങളുടെ നക്ഷത്രങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ വിരിയുന്ന ഓരോ പ്രകാശവും മിന്നാമിനുങ്ങിന്റെ നുറുങ്ങ് വെട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആ പ്രകാശത്തെ നമുക്കിങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് നിസ്സാരമായിട്ടുള്ള, അതായത് പക്ഷികളുടെ തൂവലുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴാറുണ്ട് ല്ലേ? പലരും ആ തൂവലുകളൊക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ എടുത്തു നോക്കാറുണ്ട്. ആ കൊഴിഞ്ഞു വീഴുന്ന തൂവല് അവര് പോലും അറിയാതെയാണ് കൊഴിഞ്ഞു വീഴുന്നത്. അതുപോലെ ഒരു ശതമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും 1% ഒരു 10 രൂപയൊക്കെ ഒരാൾക്ക് ഒരു ദിവസം മാറ്റി വെക്കാലോ. അത്തരത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്നവരെ നമുക്ക് നിരീക്ഷിക്കുന്നതിലൂടെ മനസ്സിലാകും ആരൊക്കെയാണ് കഷ്ടതകൾ അനുഭവിക്കുന്നതെന്ന്. അത്തരത്തിൽ കാണുന്ന കുറച്ച് ആളുകളെ സഹായിക്കുന്നതിലൂടെ, അവരെ ചേർത്ത് നിർത്തുന്നതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് ജീവിത മൂല്യങ്ങൾ തന്നെയാണ്. ബഹുമാനത്തിന്റെ മറ്റൊരു വശം തന്നെയാണ് നമ്മൾ അവിടെ ആർജിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഉള്ളൊരു കാര്യം നമ്മൾ ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, അല്ലെ? അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ഒരിക്കലും ബഹുമാനത്തിന്റെ സൂചകമായിട്ട് വരുന്നത്. അതൊരു ബഹുമാനം തന്നെയാണ് ട്ടോ. അത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളൊക്കെ ഈ പറഞ്ഞതുപോലെ മുതിർന്ന ആളുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുട്ടി അത് കാണുകയാണ്. അപ്പൊ കുട്ടിയുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പതിയാണ്, അധ്യാപകരെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ആ ഒരു പാഠം കുട്ടികളുടെ മനസ്സിലേക്ക് പതിയാണ്. അത്തരത്തിൽ നമുക്ക് ആ ഒരു മൂല്യം നമുക്ക് പകർന്നു നൽകാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതുപോലെ അധ്യാപകരെ ബഹുമാനിക്കുക എന്നുള്ളത് മാത്രല്ല, അതായത് അവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് മാത്രല്ല പ്രധാനമായിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി അവർ പറയുന്ന വാക്കുകൾക്ക് പരിഗണന നൽകുക. അവരുടെ വാക്കുകളെ വിലവയ്ക്കുക. അതുപോലെ തന്നെ അവർ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ നമുക്ക് പോട്ടെ എന്ന് വെക്കാം. എന്നാൽ അതിലും അധികം ഓവർ ആവാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ അവരുടെ വാക്കുകൾക്ക് ചെവിയോർക്കാൻ, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എന്നാൽ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതിലൂടെ ഒരു ചെറിയൊരു അംശമെങ്കിലും നമുക്ക് അധ്യാപകരുടെ വാക്കുകൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അത്തരത്തില് അധ്യാപകരുടെ വാക്കുകൾക്ക് കാതോർക്കാനൊക്കെ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്കും കുട്ടികളോടൊരു ബഹുമാനമൊക്കെ തോന്നേണ്ടതുണ്ട്. അതായത് കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെയുള്ള ബഹുമാനമല്ല. മനസ്സുകൊണ്ട് അവരും നമ്മളെപ്പോലെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ നമ്മുടെ മക്കളെ പോലെ കാണേണ്ട നമ്മുടെ കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യാം, അവരെ അവരായി കാണാനായിട്ട് ശ്രമിക്കുക.
ഒന്നും അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പല അധ്യാപകരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ കാണുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട് അല്ലെ? ചിലതൊക്കെ നമ്മൾ പത്രങ്ങളിലും മറ്റും വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു അധ്യാപകരാവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്, അതിൻ്റെതായ ഒരു അതിൻ്റെതായ ഒരു ബഹുമാനവും മഹത്വം എല്ലാം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതേപോലെ തന്നെ ഒരു അധ്യാപികയാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാണ്, അധ്യാപക ജോലിക്കും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി ഒട്ടും ചോരാതെ നിലനിൽക്കുന്നത് ആ ജോലിയിൽ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ട് ഇടപെടുമ്പോഴാണ്. അങ്ങനെ ഇടപെടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികളോടും കുട്ടികൾ അധ്യാപകരോട് തിരിച്ചും ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുക. ഒരുപക്ഷെ ആദ്യമൊന്നും കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ അനുസരണയുള്ള കുട്ടികളായിട്ട് വാർത്തെടുക്കാൻ ഇല്ല. എന്നാൽ പതിയെ നമുക്ക് നമ്മുടെ കുട്ടികളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത്തരത്തില് നല്ല അധ്യാപകരായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഓരോരുത്തർക്കും. ഒരുപക്ഷെ ചില സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ വഴക്ക് പറയേണ്ടി വരും. അവര് തെറ്റ് ചെയ്താൽ ശാസിക്കുക എന്നുള്ളത് അധ്യാപകർക്കേ കഴിയൂ. എന്നാൽ ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തില്, വ്യക്തിപരമായി ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തില്, ശാരീരികമായി ആ കുട്ടിയെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിലൊന്നും ഒരിക്കലും ഒരു അധ്യാപകനും കുട്ടികളോട് സംസാരിക്കരുത്. അധ്യാപകർ എന്ന് തന്നെയല്ല, നമ്മൾ ആരും മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഒരുപക്ഷെ നമ്മള് ചിന്തിക്കുക ഒരു തമാശയുടെ രീതിയിൽ പറയാന്നുള്ളതായിരിക്കും അല്ലെ? ബോഡി ഷെയ്മിങ് നമ്മൾ തമാശയുടെ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ ആ ഒരു കാര്യം അവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അതേ ഒരു അവസ്ഥ നേരിടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരാളോട് നീ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് പുഞ്ചിരിയോടെ പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? നമുക്കത് കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ആ ഒരൊറ്റ വാക്ക് മതിയാവും. നീ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരുപക്ഷെ വലിയ ഭംഗിയായിട്ടൊന്നും നമുക്ക് തോന്നണമെന്നില്ല. എങ്കിൽ പോലും അങ്ങനെ ഒന്ന് പറയുമ്പോ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു സന്തോഷം, അതിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവരെ അനുമോദിക്കാൻ, അവരെ ചേർത്ത് നിർത്താനൊക്കെ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാമ്പത്തികപരമായി നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ മറ്റ് പലതരത്തിലും നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. സ്നേഹസ്പർശത്തോടെ, സാന്ത്വനങ്ങൾ പകർന്നു നൽകുന്ന വാക്കുകളോടെ എല്ലാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു സന്തോഷമായിട്ട് മാറാൻ, പിന്നീട് അവരെപ്പോഴെങ്കിലും നമ്മളെ കാണുമ്പോ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സന്തോഷമായിന്ന് അറിയുന്ന ഒരാൾ നമ്മളോട് ഓടി വന്ന് പറയുന്ന ആ ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നല്ല കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരിയാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഓരോ ജീവിതാനുഭവങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത് വളരെ മനോഹരമായിട്ടുള്ള പാഠങ്ങളാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ എന്നും, ഇങ്ങനെ ആകരുത് നമ്മൾ ജീവിതത്തിൽ എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ആ പാഠങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ഓരോ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട്, അവരുടെ സന്തോഷങ്ങളിൽ കൂടിച്ചേരുന്ന ഒരു പുഞ്ചിരി ആയിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു ഹലോ ലൈഫ് സൂക്ഷിക്കാം. ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കാം. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണെന്നുള്ള ബോധം, ഉത്തമ ബോധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് മനുഷ്യത്വം എന്ന മൂല്യം കൈവിടാതിരിക്കാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എനിക്കറിയാം അധികം ഇന്ററാക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. എന്നെ കേട്ടിരുന്നതിന്, എന്റെ വാക്കുകൾ ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആം ഐ ഓഡിബിൾ? യെസ്. കേൾക്കാലോ. അപ്പൊ എന്തായാലും റെസ്പെക്ട് എന്നുള്ള വിഷയത്തില് കൃത്യമായിട്ട് സമയം പാലിച്ച് 8:27 അവസാനിച്ചിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിൽ റേഞ്ച് ഇഷ്യൂ എങ്ങാനും വരുന്നുണ്ടോ? വെളിയിലാണുള്ളത്. ഓക്കെ. എംപവർ 360 ഡിഗ്രീസ് പ്രസന്റ് ചെയ്തിട്ടുള്ള പാർട്ട് 2K24ന്റെ 3-ാമത്തെ അധ്യായമാണ്
ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. റെസ്പെക്ട് എന്നുള്ള വിഷയത്തിൽ ഫാത്തിമ കൈകാര്യം ചെയ്തിട്ടുള്ള കഥകളും ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളും സരസമായ രീതിയിൽ ലളിതമായിട്ട് ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒത്തിരി ചിന്തിക്കുന്ന കാര്യങ്ങള്, ഉദാഹരണങ്ങളും കഥകളും എല്ലാം ഇങ്ങനെ കോർത്ത് വെച്ചൊരു മാല പോലെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇത്രത്തോളം എന്ത് പറയാൻ എന്ന് ചിന്തിച്ച നമുക്ക് ഇതിലും അധികം ഇനിയും ഒരുപാട് ചിന്തകൾക്ക് വക നൽകിക്കൊണ്ട് അവസാനിപ്പിച്ചു. ശരിക്കും അതൊരു പൂർണ്ണവിരാമമായിരുന്നില്ലേ? ഒരു കോമ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ചിന്തയ്ക്ക് ധാരാളം വകയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ, ഒരു കഥ പറഞ്ഞ സമയത്ത് ഓർത്തത്, ഒരു ഭ്രാന്തന്റെ കഥ പറഞ്ഞ സമയത്ത് ഓർത്തത് നമ്മുടെ നാറാണത്ത് ഭ്രാന്തന്റെ കാര്യമാണ്. അദ്ദേഹം കല്ലിങ്ങനെ ഉരുട്ടി മേലേക്ക് കയറ്റിയിട്ട് താഴത്തേട്ട് ഇടും, അത്രയും പ്രയത്നിച്ചിട്ട് അങ്ങ് താഴത്തോട്ട് ഇടും. അപ്പൊ നമുക്കതൊരു ഭ്രാന്തനായിട്ടൊക്കെ തോന്നുമെങ്കിലും അതിനകത്തൊരു വലിയ ഫിലോസഫി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ബാഹ്യമായിട്ടുള്ള മോടികളിൽ നിന്നും മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നോ, സാഹചര്യത്തിനനുസരിച്ച് ആര് യത്നിക്കുന്നോ, ചെയ്യേണ്ട അവസരത്തിൽ യഥോചിതമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, പെരുമാറുന്ന, സാന്ത്വനിപ്പിക്കുന്ന, വാക്കായിട്ട്, സാമീപ്യമായിട്ട്, മറ്റേതെങ്കിലും വിധത്തില് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു സ്കഫോൾഡിങ്, ഒരു പിന്താങ്ങ് കൊടുക്കുന്നത് ആരാണോ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മാറേണ്ടത് എന്നുള്ളത്. പ്രായമല്ല ഒരു വ്യക്തിയുടെ കഴിവും അറിവും പ്രയത്നവും അവരുടെ മനസ്സുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും റെസ്പെക്റ്റിന്റെ വിവിധ വശങ്ങളും എല്ലാം കൃത്യമായിട്ട് പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം. ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും നല്ലത്. സോ ഞാനിത് ഔദ്യോഗികമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യമേ ഈ ഒരു സെഷൻ വെൽക്കം ചെയ്ത ഹന്ന, സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഫാത്തിമ ആൻഡ് ഓൾ പാർട്ടിസിപ്പൻസ്. താങ്ക് യു ഓൾ.